വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി. ബുദ്ധനും നീ തന്നെ അയ്യപ്പ സ്വാമി. കാരണം ബുദ്ധനാണ് ശരണം വിളി, ബുദ്ധം ശരണം വിളി. അതുപോലെ അയ്യപ്പൻ ശരണം വിളി. സംഘബോധത്തോടെ ഒരേ യൂണിഫോം ധരിച്ച് പ്രാർത്ഥിക്കുന്നത് ബുദ്ധമതത്തിലാണ്. അതുപോലെ ശബരിമലയിലും സംഘബോധത്തോടെ പോകുന്നവരാണ്. സംഘം ശരണം ഗച്ഛാമി, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ജാതിമേത മതദ്വേഷമില്ല എന്നതിനൊരു കണക്കിലൂടെ നമുക്ക് നോക്കാം. ഈ ജാതിയുടെ ഗുരുദേവൻ ജാതി വ്യത്യാസം ഇല്ല എന്ന് പറയുന്നത് നമുക്ക് കണക്കിലൂടെ തെളിയിക്കാൻ പറ്റും. ഞാൻ തെളിയിച്ചേർത്തെ. നമ്മുടെ മലയാളത്തിലെ കണക്ക് 10 അക്കല്ലേ? നമുക്ക് 1 മുതൽ 10 വരെ, അല്ലേ? 10ാമത്തേന് 0 ഇടുമ്പം ഫുൾ സ്റ്റോപ്പ്. ആടുന്ന് കഴിഞ്ഞിട്ട് 10നോട് 1 കൂട്ടി 11. പിന്നെ അടുത്ത 0 ഇടുന്നത് 2 10 20 10. അടുത്ത 0 ഇടുന്നത് 30 10ആണ്. ഇനി 10നോട് 1 0 കൂടി ഇട്ടാൽ ഗുണിക്കണം 10 ആയില്ലേ? ആടെയും 10. അതുകൊണ്ട് പൈസ കൂട്ടി വെച്ചതിന് നമ്മൾ മലയാള ഭാഷയിൽ സമ്പത്ത് എന്നാണ് പറയുക. സമ്പത്ത് അല്ലേ? സമ്പത്താ. 10 കൂട്ടി വെക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലെല്ലാം പണ്ടൊരു പെട്ടിയുണ്ട്, അറിയാവോ? സമ്പത്ത് കൂട്ടി വെക്കാൻ 10,000. 10നാണ് നമ്മുടെ ഭാഷയിൽ കണക്കിൽ പ്രധാനം, അല്ലേ? 10ൻ്റെ അക്ക. എന്നാൽ ഹിന്ദി ഭാഷയിലും തമിഴ് ഭാഷയിലും കന്നഡ ഭാഷയിലും ഇതേ 10 തന്നെയാണ്. ഹിന്ദിയിലും 1 10 100 1000. ഇംഗ്ലീഷ് ഭാഷയിലും 10 തന്നെയാണ്. 1 10 100 1000. സംസ്കൃതത്തിലും 10 തന്നെയാണ്. 1 ദശം ശതം സഹസ്രം. അറബിയിലും 10ആണ്, ലാറ്റിനിലും 10ആണ്, ഇസ്രായേലിലും 10ആണ്, അമേരിക്കയിലും 10ആണ്, ആസ്ട്രേലിയയിലും 10ആണ്. ലോകത്തിലെ സകല ഭാഷകളിലും ഒരു ഭാഷയിലും 8ൻ്റെതോ 9നോ 0 ഇടുന്ന കണക്കില്ല. 10ാമത്തിന് എല്ലാത്തിലും 0 ഇടുക. 11ലും 12ലും 0 ഇടുന്ന ഒരു കണക്കില്ല. എല്ലാത്തിനും എന്താ 10ന് പ്രാധാന്യം എന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? എന്താണ്? എല്ലാ ഭാഷകളിൽ ദൈവത്തിന് പോലും പല പേരുണ്ട്. പക്ഷെ കണക്കെല്ലാം 10ൻ്റെത് കണക്കായി. എല്ലാവർക്കും ഒരേപോലെ കണക്ക്. കണക്കെന്ന വാക്കന്നെ ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? പൂച്ചക്കും പട്ടിക്കും പശുവിനും എത്രയാ കണ്ണ്? 2. എത്രയാ കാത്? 2. നമുക്കോ 2. കണക്കല്ലേ? അതാ കണക്ക്. കണക്കെന്ന വാക്കുണ്ടായത്. അതും കണക്കാ, ഇതും കണക്കാ. ടാലിയാവുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരുടെ ഭാഷയിലും 10ൻ്റെ കണക്ക് വന്നോന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? സിമ്പിളാ ഉത്തരം. എല്ലാ ഭാഷയിലുള്ള മനുഷ്യരും എണ്ണം പഠിച്ചത് സ്വന്തം വിരലിൽ എണ്ണീട്ടാ. എല്ലാവർക്കും 10 വിരളാണ്, അല്ലേ? എല്ലാവർക്കും, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും 10 വിരളാ. എല്ലാത്തിനും 2 കണ്ണാ, എല്ലാത്തിനും 2 കാതാ, എല്ലാത്തിനും മൂക്കിന് 2 ദ്വാര. ദൈവങ്ങൾ പല മൂലക്കുന്ന് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ? യഹോവ ഉണ്ടാക്കിയ യഹൂദനും 2 മൂക്കിന് 2 ദ്വാരം, ബ്രഹ്മാവ് ഉണ്ടാക്കിയ ഹിന്ദുവിനും 2 ദ്വാരം, കർത്താവ് ഉണ്ടാക്കിയ ക്രിസ്ത്യാനിക്കും 2 ദ്വാരം, അള്ളാഹു ഉണ്ടാക്കിയ മുസ്ലിമിനും 2 ദ്വാരം മൂക്കിന്. ഏതെങ്കിലും ഒരു ദൈവം 3 ദ്വാരമുള്ള മൂക്കുണ്ടാക്കിയോ? ഇല്ലല്ലോ. എല്ലാവർക്കും 2. എന്തേ? എങ്ങനെ? ഇത് യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ബ്രഹ്മാവ് അതേ മോഡലിൽ ഹിന്ദുക്കളെ ഉണ്ടാക്കി. എന്നിട്ട് ബ്രഹ്മാവ് അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തു. അത് കണ്ടിട്ട് കർത്താവ് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. അത് മെസ്സഞ്ചറിൽ അള്ളാഹുവിന് അയച്ചു കൊടുത്തു. പണ്ട് കർത്താവും അള്ളാഹുവും ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം വന്നപ്പോൾ ഇവർ തെറ്റി. മനസ്സിലായോ? ആ മെസ്സഞ്ചറിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അള്ളാഹു മുസ്ലിങ്ങളെ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അപ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാവുണ്ട്? ഉള്ളൂരസ് പരമേശ്വരയ്യരുടെ വരികൾ ഓർക്കുക. ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഒറ്റ തറവാട്ടുകാരാണ് നമ്മൾ ഭൂമിയിൽ. ഇതാണ് ഗുരു സിമ്പിളായി പറഞ്ഞത്. ഒരു ജാതി പിടികിട്ടിയോ? ഒരു മതം, മനസ്സിലായോ? ഒരു ദൈവം എന്ന് പറഞ്ഞത് പിടികിട്ടിയതിൻ്റെ അർത്ഥം? എത്ര വലിയ കണക്കിനെയാണ് ഗുരുദേവൻ സിമ്പിളായിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പക്ഷേ ഓരോ ആളും പറഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ ജാതി ആയിക്കോട്ടെ, അത് എൻ്റെ മതാട്ടെ. ഇപ്പൊ കേരളത്തിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു പാർട്ടി മതി എന്ന് തീരുമാനിച്ചു എല്ലാവരും. അപ്പോൾ എന്താ ഉണ്ടാവുക? നടക്കുമോ?
കോൺഗ്രസ്സുകാർ പറയും അത് നമ്മളെ പാർട്ടി, ബാക്കി എല്ലാവരും ഇതിൽ ചേർന്നോ. കമ്മ്യൂണിസ്റ്റുകാർ പറയും എല്ലാവരും നമ്മളെ ചേർന്നോ. BJP-ക്കാർ പറയും നമ്മളെ ചേർന്നോ. കേരള കോൺഗ്രസ് പറയും നമ്മളെ ചേർന്നോ. നടക്കുമോ? ഇല്ല. അപ്പോൾ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എൻ്റെ മതം എന്നല്ലേ എല്ലാവരും വിചാരിക്കുക. അപ്പോൾ അത് നടക്കൂല എന്ന് ബോധ്യമായപ്പോൾ ശ്രീനാരായണ ഗുരു ഒന്നും കൂടി പറഞ്ഞു. എന്താ? നീ ഏതോ മതമായിക്കോട്ടെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അത് പ്രാക്ടിക്കലാണ്, അത് പ്രായോഗികമാണ്. മനുഷ്യൻ മതത്തിൻ്റെ ലക്ഷ്യം എന്താ? മറ്റൊരു മതത്തെ വെറുക്കലും തോൽപ്പിക്കലുമാണോ? വെറുക്കാൻ മതം വേണോ? ദൈവം വേണോ? മതത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വെറുപ്പ് പോലെ ലോകത്തെ വിഡ്ഢിത്തം വേറെയില്ല. കാരണം മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല അടുക്കാനാണ്. മതങ്ങൾ ഉണ്ടാക്കിയത് അടിക്കാനല്ല അടുക്കാനാണ്. എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ്, അല്ലേ? പല മതസാരമേകമാണെന്ന് ഗുരു അതാണ് പറഞ്ഞത്. പല മതസാരമേകമാണ്. എന്താണ് ഹിന്ദുക്കളെ സൃഷ്ടിച്ചത്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് എന്ന് എഴുതുമ്പോൾ ഏതൊക്കെ അക്ഷരമുണ്ട്? ബ്രായില്ലേ, ഹായില്ലേ, മായില്ലേ? ബ്ര ഹ മാ ചേർന്നല്ലേ ബ്രഹ്മാവ്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആള് യേശുവിനേക്കാൾ മുമ്പ് ഒരാളുണ്ട്, അറിയാമോ? യേശുവിനെ പുകഴ്ത്തുന്ന ഒരു പാട്ടിൽ പറയുന്നില്ലേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ. അബ്രഹാം പ്രവാചകനാണ് ആദ്യം. അബ്രഹാം എന്ന് എഴുതുമ്പോൾ അതിലുണ്ട് ബ്ര ഹ മാ ഇല്ലേ? ബ്രാഹാമ ഇല്ലേ അബ്രഹാമിൽ? ഇനി ക്രിസ്ത്യാനികളുടെ വലിയ ആളാരാ? അല്ല, മുസ്ലിങ്ങളുടെ വലിയ ആള് നബി ഏതാ? നബിയുടെ പേര് പിറവിയേക്കാൾ പ്രധാനപ്പെട്ട പെരുന്നാൾ ബലിപെരുന്നാളാ. ബലിപെരുന്നാൾ എന്താ? ബക്രീദാ. ബക്രീ എന്ന് പറഞ്ഞാൽ ആട്. ആടിനെ ബലിയർപ്പിച്ച ഈദാണ് ബക്രീദ്. ആ ബക്രീദിന്റെ ആളാരാ? ഇബ്രാഹിം നബി തൻ്റെ പുത്രനായ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ അള്ളാഹുവിൻ്റെ അരുളപ്പാടിലെ പോയി. അപ്പോൾ അറുക്കാൻ നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, നീ മകന് പകരം ഒരാടിനെ പരീക്ഷിച്ച മകനെ തന്നെ കൊടുക്കാൻ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറാവുമെന്ന് നോക്കിയതാ. അപ്പോൾ മകനെ ബലിയർപ്പിക്കുന്ന അവസ്ഥയിൽ വന്നപ്പോൾ മകൻ വേണ്ട, ഒരാടിനെ ബലിയർപ്പിച്ചാൽ മതി. അതാ ആടിനെ ബലിയർപ്പിച്ച ബക്രീദ്. അത് ബലിയർപ്പിച്ച ആളാരാ? ഇബ്രാഹിം നബി. ഇബ്രാഹിം അതിലും ഇല്ലേ ബ്ര ഹ മാ ഇല്ലേ? അപ്പോൾ എല്ലാറ്റിലും ഒന്നല്ലേ? ഇത് പല നാട്ടിൽ പല ദൈവങ്ങൾ ഉണ്ടായത് എൻ്റെ നാട്ടിലെ കാരാപ്പീരി പോലെ ഭാഷകൾ പലതായതുകൊണ്ടാണ്. എൻ്റെ നാട്ടിലൊരു പച്ചക്കറി ഉണ്ട്, അതിൻ്റെ പേര് കാരാപ്പീരി എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ അത്? ഇല്ലല്ലോ, നിങ്ങൾക്കറിയില്ല. എൻ്റെ നാട്ടിൽ തന്നെ 3 പേരുണ്ട് അതിന്. ഒന്ന് പൊട്ടിക്കാന്ന് പേര് ചില നാട്ടിൽ അതിന് താലോലിക്കാന്ന് പേര് പറയും. ചില നാട്ടിൽ അതിന് പീച്ചിങ്ങാന്ന് പറയും. നിങ്ങളുടെ പീച്ചിങ്ങയില്ലേ? ചില നാട്ടിൽ അതിന് ഞരമ്പെന്ന് പറയും. അതിൻ്റെ ഞരമ്പെല്ലാം പുറത്താ. ഈ വെയ്ക്കോസിൽ വെയിനുള്ള ആളെ കാല് പോലെ ഉണ്ടാകും, ഞരമ്പ് പുറത്താ. മനസ്സിലായോ? അപ്പം ഞരമ്പനെന്ന് ചില നാട്ടിലും പീച്ചിങ്ങ എന്ന് നിങ്ങളും പൊട്ടിക്ക എന്ന് കണ്ണൂരും കാരാപ്പീരി എന്ന് കൂത്തുപറമ്പിലും താലോലിക്ക എന്ന് കാസർഗോഡും പറയുന്ന സാധനം ഒന്നല്ലേ? പല നാട്ടിൽ ദൈവത്തിന് പല പേര് വരാൻ കാരണം എന്താണെന്നറിയോ? പല നാട്ടിൽ ഭാഷകൾ പലതായതുകൊണ്ട്. നമുക്ക് തല എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഹെഡ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നു, ശീർഷ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു, ഷിർ എന്ന് ഹിന്ദിയിൽ പറയുന്നു, അല്ലേ? അത്രയേ ഉള്ളൂ. ശ്രീ എന്ന വാക്ക് സംസ്കൃതമാണ്. അതിന് അറബിയിൽ ശ്രീ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നതാണ് അൽ. ദൈവം എന്നതിന് സംസ്കൃതത്തിൽ കൃഷ്ണനെന്നും രാമനെന്നും പറയും. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്ന അറബിയിൽ ഇലാഹ് എന്ന് പറയും. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്നതിന് അറബിയിൽ അൽ ഇലാഹ് എന്ന് പറയും. അതാണ് അല്ലാഹ്. മനസ്സിലായോ? അവർക്ക് സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റാണോ? നമുക്ക് അറബി അറിയാത്ത നമ്മുടെ കുറ്റാണോ? അല്ല. അപ്പോൾ ഇതെല്ലാം പല നാട്ടിൽ പല ഭാഷകളിൽ ഉപയോഗിക്കുന്ന പദം ഒന്നല്ലേ? ഈ ഒന്നാണ്. ഈ സത്യം തിരിച്ചറിയുവാനാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നീ സത്യം, ജ്ഞാനം, ആനന്ദം. ആനന്ദമാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. എന്താനന്ദമാണ്? സച്ചിദാനന്ദം. എന്താ ഈ സച്ചിദാനന്ദം? 3 വാക്കുകൾ ചേർന്നതാണ് സച്ചിദാനന്ദം. ഒന്ന് സത്ത്. സത്താണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അസത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര.
എന്താ അസത്തും സത്യവും തമ്മിലുള്ള വ്യത്യാസം? മാറ്റത്തിന് വിധേയമാകുന്നതെല്ലാം അസത്താൻ, മാറാതെ നിൽക്കുന്നത് സത്താൻ. നിങ്ങളുടെ ശരീരം അസത്താൻ, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ജീവനോ സത്താൻ. ഈ ജീവൻ എവിടെയും പോകുന്നില്ല. നമ്മുടെ ശരീരം പോവും, സത്ത് ജീവാത്മാവ് പരമാത്മാവിലേക്കും. ആ സത്തില്ലെങ്കിൽ ഇത് അസത്തല്ലേ? നിങ്ങളെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കുളിച്ചില്ലേ? എല്ലാവരും മുടി ചീകിയില്ലേ? പൊട്ട് തൊട്ടില്ലേ? പൗഡർ ഇട്ടില്ലേ? അങ്ങനെ കൊണ്ടുവന്ന ഈ നിങ്ങളുടെ വിശിഷ്ടമായ കണ്ണാടിയിൽ നോക്കി സുന്ദരനും സുന്ദരിയാക്കിയ തലയുണ്ടല്ലോ, ഈ തല 100 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? നോക്കൂ, എവിടെ ഉണ്ടാവും? തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാനുഴറിയ നീയോം വില പിടിയാതൊരു തലയോടായി മാറൂലേ? ഈ തത്വം പഠിക്കണം. ആത്മവിദ്യാലയമേ, ഉള്ളിൽ നോക്കി പഠിക്കണം. പക്ഷിമൃഗാദികൾക്ക് പുറത്തേ നോക്കൂ, മനുഷ്യനാണ് ഉള്ളിൽ നോക്കിയത്. പുറത്ത് കോളേജും ക്യാമ്പസും യൂണിവേഴ്സിറ്റിയും ഒന്നും ഇല്ലാതെ, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ലാബറട്ടറി ഇല്ലാത്ത കാലത്ത് ഉള്ളിലേക്ക് നോക്കിയിട്ട് എഴുതി വെച്ച രാമായണം പോലത്തെ, മഹാഭാരതം പോലത്തെ, ഉപനിഷത്ത് പോലത്തെ ഒന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടാ? ഇല്ലല്ലോ. അന്ന് എഴുതിയ പോലെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. പുറത്ത് ഇത്ര അറിവുണ്ടായിട്ടെന്താ? കാരണം ഏറ്റവും വലിയ വിദ്യ ഏതാ? ആത്മവിദ്യ. ഉള്ളിലേക്ക് നോക്കി പഠിക്കണം. ഇങ്ങോട്ടാണ്, ഇതിവിടെയാ ദൈവം, ഇങ്ങോട്ടാണ് ദൈവം. ഇവിടെയുള്ള വെളിച്ചത്തെ ഖനനം ചെയ്തെടുക്കലാണ് വിദ്യാഭ്യാസം. എൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലും മഠത്തിലും പോയിട്ട് തൊഴുന്നത്. എന്തിനാ? തൊഴുമ്പോൾ നട തുറക്കാൻ കാത്തു നിൽക്കുന്നില്ല അമ്പലത്തിൽ? നട തുറക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലായിടത്തും ദൈവം കാണൂലേ? പിന്നെ ഈ അമ്പലത്തിൻ്റെ അകത്തേ ദൈവമുള്ളൂ? ഈശാവാസ്യം ഇതം സർവമെന്നല്ലേ? ദൈവം എല്ലായിടത്തും കുടികൊള്ളുന്നല്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടില്ലേ? അത് ഈശാവാസ്യോപനിഷത്താ. അങ്ങനെയുള്ള ദൈവത്തിന് പിന്നെ നട തുറക്കാൻ എന്തിനാ കാത്തു നിൽക്കുന്നത്? നട തുറക്കുന്നത് ദൈവം നമ്മളെ കാണാനാണെന്ന് ധരിക്കരുത്. നോ, നട തുറക്കുന്നത് ആ വിളക്കില്ലേ, ശ്രീകോവിലിൽ കത്തിച്ചു വെച്ച വിളക്കില്ലേ, ആ വിളക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം ഏറ്റുവാങ്ങാനാ. അതെന്റെ പ്രക്രിയ എന്താ? കയ്യിലെ വിരളേതാ പ്രധാനപ്പെട്ടത്? ഏത് വിരളാ പ്രധാനപ്പെട്ടത്? ലൈക്കടിക്കുന്ന വിരൽ ഇതല്ലേ? ഈ വിരലിൻ്റെ ഈ നാട്ടിലെന്താ പേര് പറയാ? തള്ള വിരൽ എന്നല്ലേ? തള്ള. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, ബാക്കി 4 മെമ്പർമാരാ. ഇതാണ് പ്രധാനി അല്ലേ? ഈ വിരലിനെ നമ്മൾ ദൈവം അല്ലേ പ്രധാനം? ഇങ്ങനെയല്ലേ തൊഴണ്ടേ? ആ വിരൽ ദൈവത്തിനെ കൊള്ള ചൂണ്ടണ്ടേ? ഇങ്ങനെ തൊഴണ്ടേ? പിന്നെ ഇതിനെ ഇങ്ങനെ തൊഴുന്നേ? ആ വിരൽ ഇങ്ങോട്ട്. എന്തിനാ തൊഴല്? അമ്പലത്തിലെ വെളിച്ചം ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങല. അതാണ് തൊഴുന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഏറ്റുവാങ്ങിയാൽ ഇവിടെ മതിയോ? വികാരങ്ങളിൽ മാത്രം വെളിച്ചം മതിയോ? ചിന്തയിലും വേണം. അതുകൊണ്ടാണ് തൊഴുത് കഴിഞ്ഞാൽ ആ വെളിച്ചത്തിന് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുക്കുന്ന നാട്ടിലാണ്. മനസ്സിലായോ? മേലേക്കാവിലും താഴേക്കാവിലും ഇവിടെയാ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങുമല്ലോ. പ്രസാദം വാങ്ങും. പ്രസാദം വാങ്ങിയിട്ട് നെറ്റി തൊടുന്നതിന് മുമ്പ് അതിലെന്താ ചേർക്കുക? ക്ഷേത്രക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം ചേർക്കുമല്ലേ? ചാലിച്ച് ചേർക്കുമല്ലോ. അതിൽ ചേർക്കേണ്ട എന്താണെന്ന് 60 കൊല്ലമായിട്ട് ആ യേശുദാസ് നിങ്ങൾക്ക് പാടിത്തന്നിട്ട് നിങ്ങൾ ചേർത്തോ? വയലാർ രാമോർമ്മ എഴുതിയിട്ട് യേശുദാസ് പാടിത്തന്നിട്ടുണ്ട്. എന്താ അത്? ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി. അടുത്ത വരി എന്താ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. മനസ്സിലായോ? നെഞ്ചിലെ വെളിച്ചത്തിൻ്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ച് നെറ്റിയിലിട്ടാൽ എൻ്റെ ഉള്ളിലുള്ള വെളിച്ചമാണ് ഈ തൊട്ടത്. മനസ്സിലായോ? ഇവിടെ നെറ്റിയിൽ തൊട്ടാൽ എൻ്റെ ചിന്തകളിൽ വെളിച്ചമുണ്ട്, ദുഷ്ടതയില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ് തൊടുന്നത്. ഇതും തൊട്ടിട്ട് ദുഷ്ടത ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവ കോപമാണ് ഉണ്ടാകുക. അത് പിന്നെ ഇവിടെയും തൊടുന്നുണ്ടല്ലോ. ഇവിടെ തൊട്ടാൽ എൻ്റെ വികാരങ്ങളിൽ വെളിച്ചമാണെന്നാ.
അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ഇതും തൊട്ടിട്ട് ഏതാ പെണ്ണിനെ നോക്കി നിന്നാൽ പോയി, വികാരം വൃത്തികേടായി. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഇത് വികാരങ്ങളിൽ വെളിച്ചമുണ്ടെന്നാ. പിന്നെ ഇവിടെ തൊടുന്നില്ലേ, കണ്ഠത്തിൽ നിന്നാണല്ലോ വാക്കുണ്ടാവുന്നത്. കണ്ഠ്യം, ശബ്ദം ഉത്ഭവിക്കുന്നത് കണ്ഠത്തു നിന്നല്ലേ. ക്ക് എന്ന ഒച്ച വായിലൂടെ പുറത്തു വരുന്നതാണല്ലോ വാക്ക്. വാക്ക് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? വായിലൂടെ ക്ക് പുറത്തു വരുന്നത് വാക്ക്. ഈ വാക്കുകളിൽ വെളിച്ചമുണ്ട് എന്നാ ഇവിടെ തൊട്ട അർത്ഥം. എൻ്റെ വാക്കുകൾ ഒരു തോന്നിയാസം പറയരുത് ഇത് തൊട്ടാൽ. മനസ്സിലായോ? എൻ്റെ വാക്കുകൾ ഒരാളെ കുറ്റം പറയരുത്, വെളിച്ചമുണ്ടെന്നാ. പിന്നെ ഇവിടെയും തൊടുന്നില്ലേ? എന്തിനാ ഇവിടെയും തൊടുന്ന? കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെളിച്ചമുണ്ട്, ഒരു ദുഷ്ടപ്രവൃത്തിയും ചെയ്യരുതെന്നാ. അപ്പൊ മനസാ വാച കർമ്മണ വെളിച്ചം മാത്രം ഉണ്ടാക്കുന്നവൻ, അതാണ് ഈ പ്രസാദം തൊട്ടവൻ. മനസ്സിലായോ? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വാക്കുകൾ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാ കുഴപ്പവും ഉണ്ടാവുന്നത്. നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടോ? ദൈവമേ കൈതൊഴാം കാക്കുമാറാകണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം, നല്ലതു ചൊല്ലുവാൻ ത്രാണിയുണ്ടാകണം. അല്ലേ? വാക്കുകൾ നല്ല വാക്കാവണം. നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്കുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ടിവിയും മൊബൈൽ ഫോണും എല്ലാം പൂട്ടി ദൂരത്ത് വെച്ചിട്ട് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കൊച്ചുമക്കളും വട്ടത്തിൽ ഇരുന്ന് നല്ല വർത്തമാനം പറയാറുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംസ്കാരം പുഷ്പിക്കും, പ്രബുദ്ധതയുണ്ടാകും. ഉണ്ടോ? വീട്ടിലെല്ലാവരും ഉള്ളവരെങ്കിൽ എല്ലാവരുടെ കൈമിലും ഇടത്തെ കൈമിലും ഫോണുണ്ടാവും. അല്ലേ? ടി വിയും തിന്നുമ്പം വരെ ടി വിയും തുറന്ന് വെക്കും. അല്ലേ? അല്ലെങ്കിൽ ഇടത്തെ കൈമിൽ ഫോണും നോക്കിയിട്ടാണ് തിന്നുക. ടി വി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ. എന്ത്? ഭക്ഷണം കഴിക്കൽ. ഒരു റേഡിയോ വാങ്ങി വെച്ച് നോക്കൂ. റേഡിയോ കേൾക്കുമ്പോൾ എന്ത് പണിയെടുക്കാം, അല്ലേ? ഒരു ഉപദ്രവവും ഇല്ല. പക്ഷെ ടി വി കാണുമ്പോൾ ഇതേ കഴിയൂ. അതിന് കാരണം കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്: വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടല്ലേ? നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി. അപ്പോൾ കരണ്ട് പോയിട്ട് ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചിനോ? ഇല്ലല്ലോ. വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാടാ. അപ്പോൾ ടി വി കണ്ടുകൊണ്ട് ഇതങ്ങ് നടക്കും. അതിൻ്റെ ഇടയിൽ ഭക്ഷണത്തിൽ കൂറ വീണാൽ അത് മുളകാന്ന് വിചാരിച്ചിട്ട് കൂട്ടുകയും ചെയ്യും. അല്ലേ? എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വിയും മൊബൈൽ ഫോണും പൂട്ടണം. അശ്രീകരമാണത്. മനസ്സിലായോ? വീട്ടിലെല്ലാവരും വർത്തമാനം പറയുമ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടാവരുത്. അതെവിടെയെങ്കിലും റൂമിൽ പൂട്ടിയിടുക. എന്നിട്ട് പരസ്പരം മുഖത്തു നോക്കി സംസാരിക്കുക. അവിടെ നല്ലതേ പറയാവൂ. അതാരാ റോഡിലൂടെ പോകുന്നത്? അത് കുമാരനാ, മഹാവൃത്തികെട്ടോനാ, ഓൻ്റെ ദോഷമെല്ലാം പറഞ്ഞു. പിന്നെ ആരാ പോകുന്നത്? ബഷീർ, ഓൻ അതിലും മോശ. സബാസ്റ്റ്യനോ തീരെ പോക്കാ. അല്ലേ? പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റോ മഹാബദ്ധം. MLA അയ്യോ. മന്ത്രിമാരോ മഹാപോക്ക്. മുഖ്യമന്ത്രി ഭീകരൻ. പ്രധാനമന്ത്രി അതിലും ഭീകരൻ. എല്ലാവരും മോശ. ലോകത്തൊരാളേ ഉള്ളൂ നല്ല. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകൾ കേട്ട് നമ്മുടെ കുട്ടികൾക്കൊരു സ്വഭാവം രൂപപ്പെടുന്നുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഇത് നമ്മുടെ പുതിയ തലമുറയുടെ ഭാവമാണ്. ഈ ശരിയിൽ നിന്ന് എന്തെല്ലാം തെറ്റുണ്ടാവുന്നു നിങ്ങളറിയോ? ഞാൻ മാത്രം ശരി അവിടെ നിൽക്കില്ല. എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ മതം മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി. ഈ ശരി കൊണ്ടാണ് എല്ലാ കലാപവും ഉണ്ടാവുന്നല്ലേ? ഇതാരാ പഠിപ്പിച്ചു വിടുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് കുറ്റവും കുറവും പറയലാണ്. എന്നാൽ പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. സുഗതകുമാരി ടീച്ചറുടെ വരികൾ ഓർക്ക്. ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല പൂന്തോട്ടങ്ങളില്ലേ? ഭൂമിദേവിയുടെ ആഭരണങ്ങളെ കാണാൻ പഠിപ്പിക്കൂ നമ്മുടെ കുട്ടികളെ. ഭൂമിദേവിക്ക് 3 ആഭരണങ്ങളുണ്ട്, അറിയാവോ? അത് നിങ്ങളുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കാറുണ്ടോ? സ്വർണവും വെള്ളിയൊന്നുമല്ല. 1 പ്രഭാതം, 2 പൂക്കൾ, 3 കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി.
ഭൂമിദേവിയുടെ 3 ആഭരണങ്ങൾ: പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ. പിഞ്ചു ഹൃദയം ദേവാലയം മണിക്കൊഞ്ചലാക്കോവിൽ മണിനാദം. പുലരിയും പൂവും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ആ പ്രഭാതം കാണുന്നില്ല നമ്മളെ കുട്ടികളിപ്പോ? നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും നിങ്ങളും ഇപ്പൊ കണി കാണുന്ന സാധനം എന്താന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ സമ്മതിക്കൂല, ദേഷ്യം വരണ്ട എന്നോട്. സത്യം ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാം ഭൂരിപക്ഷം ഇവിടെ ഇരിക്കുന്ന 90% ആളും ഇന്ന് കണി കണ്ടത് ക്ലോസറ്റായിരിക്കും അല്ലേ? നേരെ ടോയ്ലറ്റിലാണ് പോവുക. പണ്ടത്തെ തലമുറ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പണി എന്താണെന്നറിയോ? എന്താ ചെയ്യാന്നറിയോ? അറിയാവോ? എനിക്ക് പേടിയുണ്ട് ഇത് ചോദിക്കാൻ. ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം മുന്നിലത്തെ വാതിൽ തുറക്കുക എന്നാണ്. കഴിഞ്ഞ ദിവസം ഇത് ചോദിച്ചിട്ട് ഞാൻ കുടുങ്ങിപ്പോയി. രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, രാവിലെ ചെയ്യുന്ന ആദ്യത്തെ പണി ലുങ്കി തപ്പലാന്ന്. ഇതല്ല ഇനി പറഞ്ഞു പോയിട്ടുണ്ട്, അത് തപ്പലാണ്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യം പൊളിഞ്ഞുപോയി. വാതിൽ തുറക്കണ്ടേ? വാതിൽ തുറന്നിട്ട് വീട്ടിൻ്റെ അകത്ത് ഓക്സിജൻ വലിച്ചു കയറ്റി കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദനമല്ലേ നമ്മൾ ഉറക്കത്തെ പണി. ചില ആള് ജനറേറ്ററിൻ്റെ ഒച്ചയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക. കൂർക്കമ്പലി കേട്ടിട്ടില്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്തിട്ട് വീട് ഫ്രഷ് ആവണമെങ്കിൽ സസ്യങ്ങൾ ഉണ്ടാക്കിയത് ഓക്സിജനെ അകത്തേക്ക് സ്വീകരിക്കണ്ടേ? ഏറ്റവും നേരത്തെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന ചെടിയാണ് തുളസി. അതുകൊണ്ടാണ് മുറ്റത്ത് തുളസി നടുന്നത്. മനസ്സിലായോ? വാതിൽ തുറക്കുമ്പോൾ ഓക്സിജൻ നേരെ അകത്തേക്ക് കയറാൻ. പിന്നെ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരമാണ് ആൽമരം. ഈ അമ്പലത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ കുറയല്ലോ. ഓക്സിജൻ കുറയുന്ന കൊണ്ട് അമ്പലത്തിൽ ഓക്സിജൻ ഉണ്ടാക്കാനാണ് തുളസിയും ആൽമരവും അമ്പലത്തിൽ അധികവും നടുന്നത്. മനസ്സിലായോ? അതിൻ്റെ ശാസ്ത്രം അതാണ്. ഓക്സിജൻ ഉണ്ടാക്കാനാണ്. നമ്മളെ വീട്ടിൽ, നമ്മളെ നാട്ടിലൊക്കെ മരണപ്പെട്ട വീട്ടിൽ ഈ ബന്ധുക്കൾക്ക് ഇടയ്ക്ക് ക്ഷീണം വന്നിട്ട് ആശുപത്രി കൊണ്ടുവന്നാണ് കാഴ്ച കാണാം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഓക്സിജൻ കുറഞ്ഞിട്ടാണ്. കാരണം അവർക്ക് നല്ല വെള്ളവും ഭക്ഷണമൊന്നും ഒന്ന് കിട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അവർക്ക് ആകെ കിട്ടുന്ന ഒരു ഓക്സിജനാണ്. എന്നാൽ ഈ ബന്ധുക്കൾ നാട്ടുകാരെല്ലാം വന്നിട്ട് ഈ അകത്ത് പെണ്ണുങ്ങളെല്ലാം കൊണ്ടിട്ട് അകത്ത് വിറകട്ടിയിടുമ്പോൾ അട്ടിയിടും. കണ്ടിനാ? വിറകടുക്കി വെക്കൂലേ? അതുപോലെ അകത്തിങ്ങനെ നിൽക്കും സ്ത്രീകൾ. എന്തിന്? എന്താ പുറത്തിരുന്നൂടെ? നിങ്ങൾ ഈ SNDP യോഗം തീരുമാനം എടുക്കണം. മരണപ്പെട്ട വീട്ടിൽ അടുത്ത ബന്ധുക്കളല്ലാതെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കാവലിരിക്കുന്നത് മഹാ തെറ്റാണ്. കാരണം ബന്ധുക്കൾക്ക് ആകെ കിട്ടുന്ന, അടുത്ത ബന്ധുക്കൾക്ക് ആകെ കിട്ടുന്ന ഓക്സിജൻ ഈ നാട്ടുകാർ മുഴുവൻ വലിച്ചു തീർത്തു. എന്നിട്ട് ഇവർക്ക് ഓക്സിജൻ പോലും കിട്ടാണ്ട് ശ്വാസം മുട്ടലുണ്ടായിട്ട് ആശുപത്രി കൊണ്ടുപോകും. എന്നിട്ട് അവസാനം കുളിപ്പിച്ച് മുറ്റത്ത് കിടത്തുമ്പോൾ ഉണ്ടാവും അകത്തെ അട്ടി മുഴുവൻ പൊളിച്ചിട്ട് ഇറയത്ത് കൊണ്ടേയിടും. കണ്ടില്ലേ? എന്തിന്? ഈ ബോഡി കുളിപ്പിച്ചിട്ട് സ്റ്റൈൽ കൂടിയോ നോക്കാനോ? ബോഡി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വെറുതെ. തെറ്റായ ശീലങ്ങൾ മാറ്റണം നമ്മൾ. അപ്പം അമ്പലത്തിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ വീട്ടിൻ്റെ അകത്തെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യാൻ വാതിൽ തുറക്ക്. സസ്യങ്ങൾ ഉണ്ടാക്കി ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുക. എന്നിട്ട് നമ്മുടെ കുട്ടികളെ 3 പ്രാക്കളെ കാണിക്കണം. മാടപ്രാവ് അരിപ്രാവിനെയല്ല, 3 പ്രാക്കളുണ്ട്. ആ പ്രാക്കളേതാ? പ്രകാശം, പ്രഭാതം, പ്രകൃതി. അതിനെ കാണിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങൂ. രാവിലെ എഴുന്നേറ്റിട്ട് ഇസ്രായേലിലും ഗാസയിലുള്ള പട്ടാളക്കാർ ചെയ്യുന്ന പണി എടുക്കേണ്ട നിങ്ങൾ. ഇസ്രായേലിലും ഗാസയിലുള്ള പട്ടാളക്കാരുടെ ഇപ്പോഴത്തെ പണി എന്താ? രാവിലെ എണീറ്റാൽ 3 മിസൈൽ തീ കൊടുക്കും. എന്നിട്ട് അവർ പല്ല് വരെ തേക്കാൻ പോകും. ശീലമായിപ്പോയി. മിസൈൽ അയക്കല്ല അവരുടെ പ്രധാന പണി, ആളെ കൊല്ലാൻ. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പണി എന്താ? എഴുന്നേറ്റ ഉടനെ ടിക്ക് 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 3 തീ കൊടുക്കൽ. ഗ്യാസിൻ്റെ അടുപ്പിൽ 3 അടുപ്പുണ്ടാവുമല്ലോ. ടിക്ക് 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 3 അടുപ്പും കത്തിക്കൽ. എന്തിന്? നമ്മുടെ കുട്ടിക്ക് ശരീരത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ. അവനെ ശരീരത്തെ പോറ്റിയിട്ട് എന്തോ കാര്യമുണ്ടോ? ആടിനെ പോറ്റിയ ഇറച്ചി വിൽക്കാം, കോഴിയെ പോറ്റിയ ഇറച്ചി വിൽക്കാം, പശുവിനെ പോറ്റിയ പശുവിൽ പാല് കറന്ന് വിൽക്കാം. നിങ്ങളുടെ മക്കളെ ശരീരത്തെ പോറ്റിയിട്ട് കറന്ന് വിൽക്കാൻ പറ്റുമോ? ഇറച്ചി വിൽക്കാൻ പറ്റുമോ? ക്രിസ്മസ് വരുന്ന ഇറച്ചിക്ക് ഭയങ്കര വില കൂടും മോനെ, നീ നല്ലോണം തിന്നോ. നിൻ്റെ ചന്തിമൊന്ന് കുറച്ച് അരിഞ്ഞിട്ട് കറി വെക്കാലൊന്ന് വെക്കാൻ പറ്റുമോ? അത് തടിപ്പിച്ചിട്ട് എന്തോ കാര്യമുണ്ടോ? ഈ പിൻഭാഗം തടിപ്പിച്ചിട്ട് കാര്യമുള്ള ഒരൊറ്റൊരാളെ കേരളത്തിലുള്ളൂ. അവരെയാണ് ഇപ്പം എല്ലാ ഉദ്ഘാടനത്തിനും ക്ഷണിക്കുന്നത്. ആരാന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ പറയണ്ടല്ലോ. പിൻഭാഗം തടിച്ചതിൻ്റെ ഫോക്കസ് ഇങ്ങനെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് എല്ലാ ഉദ്ഘാടനത്തിനും അവരെയാണ് ഇപ്പോൾ ഒരു നടീനെയാണ് വിളിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? അല്ലാതെ ശരീരം കൊണ്ടല്ല. മുറ്റത്തേക്കിറങ്ങൂ, പ്രകൃതിയെ കാണൂ, മുറ്റത്ത് വിരിഞ്ഞ് പൂക്കളെ കാണൂ,
ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണൂ. നമ്മുടെ ദൈവവും പൂക്കളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടില്ലേ? എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ പുഷ്പാർച്ചനയല്ലേ പ്രധാനം? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൗന്ദര്യത്തിന്റെ പുഷ്പാർച്ചനകളാണ്. ആ പുഷ്പങ്ങളുടെ സൗന്ദര്യം കാണാനാ മനുഷ്യ നീ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യർ ഭൂമിയിൽ വരുന്നതിന് മുമ്പും കോടാനുകോടി പൂക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് ഒരു മാല കോർക്കാൻ, തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നത് അപ്പോഴാണ്. പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കിയത്, പൂക്കൾ കൊണ്ട് മുടി ചൂടുന്നത്, പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നത്, പൂക്കളുടെ സൗന്ദര്യം പറ്റി പാട്ടുപാടുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്ന് പാടാൻ ഒരു യേശുദാസ് ഉണ്ടായിരുന്നില്ല. അത് ചിട്ടപ്പെടുത്താൻ ഒരു ജെറി അമൽദേവ് ഉണ്ടായിരുന്നില്ല. അതെഴുതാൻ ഒരു ഷിബു ചക്രവർത്തി ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് ആകാശത്തെ മഴവില്ലിന് 7 നിറമെന്ന് എണ്ണിയത് അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് മാനത്തെ മഴവില്ലേഴു നിറം എൻ മനസ്സിനുള്ളിലെ മാരിവില്ലിൻ 7,700 നിറങ്ങൾ 7,700 എന്ന് പാടാൻ മനുഷ്യൻ വന്നതിന് ശേഷമാണ് കഴിഞ്ഞത്. ഈ നിറങ്ങളെ കാട്ടിക്കൂ, അവിടെ വരുന്ന പൂമ്പാറ്റകളെയും തുമ്പികളെയും കാട്ടിക്കൊടുക്കൂ, പ്രകാശത്തെ ഉൾക്കൊള്ളൂ. അല്ലാതെ നിങ്ങൾ വീട്ടിൽ പൂജാമുറി ഉണ്ടാക്കിയത് കൊണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ വെച്ചിട്ട് വിളക്ക് കത്തിച്ചത് കൊണ്ടും ആധ്യാത്മിക ജ്ഞാനം ഉള്ളിൽ കയറില്ല. കാരണം ആധ്യാത്മികത, സത്യസന്ധത, സ്നേഹബന്ധം, നന്മ, സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവത്ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഇത് മൂന്നും പരസ്പര പൂരിതമാണ്. സത്യം അന്വേഷിക്കലും നന്മ ചെയ്യലും സൗന്ദര്യബോധവും പരസ്പര ബന്ധിതമാണ്. സൗന്ദര്യബോധമില്ലാത്ത ഒരാൾക്ക് സത്യം അന്വേഷിക്കാൻ പറ്റില്ല. സത്യം അന്വേഷിക്കുന്ന ഒരാൾക്കല്ലാതെ നന്മയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത് മൂന്നും പരസ്പര പൂരിതമാണ്. അതുകൊണ്ട് സൗന്ദര്യബോധം ഉണ്ടാക്കണം കുട്ടികൾക്ക്. രാവിലെ പ്രകൃതിയെ, പ്രഭാതത്തെ നോക്കിയിട്ട് പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുതാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ വിടരുകില്ല മുട്ടുകൾ പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല നീ വരാതിരിക്കുകിലെന്ന് കിട്ടുന്ന പാടുമ്പോൾ ഒരു ആനന്ദമുണ്ട്. അതാണ് സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആനന്ദം. അതാ ഗുരുദേവൻ പറഞ്ഞത്, നീ സത്യം ജ്ഞാനം ആനന്ദം. ആ ആനന്ദത്തെയാണ് സച്ചിദാനന്ദം എന്ന് പറയുക. സത്ത് ചിത്ത് ആനന്ദം, ഇതിനെ ചേർക്കാൻ പറ്റണം. ഈ ആനന്ദമാണ് മനുഷ്യൻ്റെ ആനന്ദം. അല്ലാതെ ബിരിയാണി തിന്നുമ്പോൾ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, പൈസ എണ്ണി വെക്കുമ്പോൾ ഉള്ള ആനന്ദമല്ല, അത് ദുശ്ചിതാനന്ദമാണ്. സച്ചിദാനന്ദം ആന്തരികമായ വെളിച്ചം വളർത്തുമ്പോഴാണ് സച്ചിദാനന്ദം ഉണ്ടാകുന്ന. അന്തർമുഖരായ ആനന്ദത്തെ ഖനനം ചെയ്യാൻ പറ്റണം. ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമാണ് നമ്മുടെ ദർശനം. അരണ്യാന്തരങ്ങളിൽ കാട്ടിനകത്ത്, ഗഹ്വരോദരങ്ങളിൽ ഗുഹയ്ക്കകത്ത്, സിന്ധു നദിയുടെ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നു? അന്തർമുഖരായിരുന്നിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പരിണാമങ്ങളുടെ, മാറ്റങ്ങളുടെ, സർഗാത്മകതയുടെ സത്ത് സാരം എന്തെന്ന് തേടി ഖനനം ചെയ്തെടുത്ത ദർശനമാണ് നമ്മുടെ ദർശനം. ആ ദർശനം നമ്മൾക്ക് പഠിക്കണം. അതാണ് വിദ്യ നേടി പ്രബുദ്ധരാവുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ ആവരുത്. പിന്നെ എല്ലാറ്റിനും കുറ്റം, കുട്ടികൾക്ക് എന്തിനും കുറ്റം. 50-ൽ 45 മാർക്ക് വാങ്ങി വന്നാൽ കിട്ടാത്ത 5 ഏതാ തെറ്റിച്ച് അതാ അറിയേണ്ടത്. കിട്ടാത്ത 5-നാ വില, കിട്ടിയ 45-ന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കില്ല, കിട്ടാത്ത 5-ന് ശകാരം.
എല്ലാറ്റിനും കുറ്റപ്പെടുത്തി കുട്ടിക്ക് തോന്നുകയാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? പറയുന്ന കേട്ടോന്ന് അവൻ്റെ അമ്മയോട് പറയുന്ന കേട്ടോന്ന്. ഇത് കേട്ട് കുട്ടികൾ പറയാണ്. കുട്ടികളുടെ ഭാവം എന്താ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എന്നൊന്നിനും കൊള്ളൂല, നിങ്ങൾ വലിയ ആൾ. അപകർഷതാബോധം ഉണ്ടാവുക കുട്ടിക്ക്. മൂന്നാമത്തെ ഒരു ടീമുണ്ട് കേട്ടോ. അവർ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത് നമ്മുടെ നാട് കലിയുഗത്തിലേക്കുള്ള യാത്രയുടെ ലക്ഷണമാണ്. അതാരാ മൂന്നാമത്തെ ടീം? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്കാ, നിങ്ങളും പോക്കാ, എല്ലാം പോക്കാ, നന്നാവില്ല. എന്തിനോടും പുച്ഛം, പരപുച്ഛയും അഭ്യസൂയയും കരളിൽ കുടിവെക്കുന്ന പൗരികളായി മാറുന്നു. സീതയുടെ വാക്കുകളാണിത്. പരപുച്ഛവും അഭ്യസൂയയും, എല്ലാവരോടും പുച്ഛം, ആരെങ്കിലും നന്നാന്ന് കണ്ട അസൂയ, അത് കരളിൽ കുടിവെച്ചവരുടെ എണ്ണമാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. കുമാരനാശാൻ്റെ വരികളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ള ഭാവവും തെറ്റാണ്. എന്തായിരിക്കണം നമ്മുടെ ഭാവം? നമ്മുടെ കുട്ടികൾക്ക് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കുഴപ്പമില്ല, നീയും കുഴപ്പമില്ല. അഹം ബ്രഹ്മാസ്മി തത്വമസി. ഞാനും കുഴപ്പമില്ല, നീയും നല്ലത്, ഞാനും നല്ലത്. ഈ ഭാവം ഉണർത്തിയെടുക്കാൻ എന്താ നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും കീർത്തനവും പാടിയാൽ പോരാ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം സോഫ്റ്റനാവണം. എങ്ങനെയാണ് സോഫ്റ്റനാക്കുക? ചപ്പാത്തി സോഫ്റ്റനാക്കാൻ പഞ്ചസാരയിട്ട് മാവ് കുഴച്ചാൽ മതി. ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ തലേ ദിവസം തേങ്ങ വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി. പല സൂത്രവും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ചപ്പാത്തി ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ, ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ വേണ്ടേ? ആശയവിനിമയം സോഫ്റ്റനാക്കണം. സോഫ്റ്റൻ്റെ സ്പെല്ലിംഗ് എന്താ? SOFTEN. ഇതിനെല്ലാം ഓരോ അക്ഷരത്തിന് ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരാം. അത് പറഞ്ഞു തന്നാൽ നിങ്ങളുടെ കുട്ടികളെല്ലാം ഗുരു പറഞ്ഞ ദർശനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കും. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്, പുഞ്ചിരിക്കുക എന്നാണ്. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനല്ലേ. ചിരിക്കാതിരിക്കുന്നവൻ്റെ അവസ്ഥ ആലോചിച്ച് കേട്ടെ. ചിരിക്കാനാ മനുഷ്യൻ വന്നത്, ചിരിക്കാനാ. മസിൽ പിടിച്ചിരുന്നിട്ട് നിങ്ങൾ നോക്കിയാട്ടെ, സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവല്ലേ, പുരുഷന്മാർക്ക് കൂടുതൽ. എന്തുകൊണ്ടാണ്? സ്ത്രീകൾ നന്നായി ചിരിക്കുകയും ചെയ്യും, നന്നായി കരയുകയും ചെയ്യും. എൻ്റെ നാട്ടിലൊക്കെ ഒരു മരണപ്പെട്ട വീട്ടിൽ 5 ട്രിപ്പ് സ്ത്രീകൾ കരയും. മരിച്ച ഉടനെ കരഞ്ഞു. എന്നിട്ട് സമാധാനമായി കട്ടൻ കാപ്പിയും കുടിച്ചിരിക്കുമ്പോൾ അനിയത്തി വന്നു. ഓള് കരയുമ്പോൾ കൂടെ കരഞ്ഞു കൊടുക്കണ്ടേ കുറച്ച് നേരം? അത് കഴിഞ്ഞിട്ട് സഹോദരൻ വന്നു. അവനെ കാണുമ്പോൾ ഒന്ന് കരയണ്ടേ? അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നു, കരഞ്ഞു. കുളിയിലേക്ക് എടുക്കുമ്പോൾ ഒന്ന് കരഞ്ഞു. 5 ട്രിപ്പായി. പുരുഷന്മാർക്ക് എന്താ സങ്കടമൊക്കെ വരൂലേ? സങ്കടത്തിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ നമുക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കണ്ണിന്ന് വെള്ളം ഒഴുക്കുക. പക്ഷേ സൃഷ്ടിയിൽ പറ്റിയൊരബദ്ധം, കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ മൂക്കിൻ്റെ ഗേറ്റും തുറക്കും. അപ്പോൾ മൂക്കിലൂടെ വെള്ളം വരും. അപ്പോൾ വലിച്ച് കയറ്റുമ്പോൾ ആളറിയും കരയുന്നുണ്ടെന്ന്. അപ്പോൾ SNDUPൻ്റെ സെക്രട്ടറി എന്തിനാണ്, പ്രസിഡൻറ്റിന് എന്നാണ് കരയുന്നെന്ന് ആൾ വിചാരിച്ചിട്ട് വലിയ ആളുകൾ, ആണുങ്ങളെന്ത് ചെയ്യും? കരച്ചിൽ വന്നാൽ കരയാതെ വിഴുങ്ങും, നെഞ്ച് കെട്ടി ചത്തുപോകും. മനസ്സിലായോ? കരയണം, കരയേണ്ടടുത്ത് കരയണം, ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം. വേണ്ടേ? സ്മൈൽ, പുഞ്ചിരിക്കുക. വീട് പുഞ്ചിരിക്കുന്നതാണ് മുന്നിലത്തെ വാതിൽ തുറക്കുന്നത്. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? പ്ലാവും വന്ന് വീണ കൂഴച്ചക്ക പോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് വരിക. നോ, നിങ്ങൾ ഹൃദയം തുറന്ന് ചിരിച്ചു കൊണ്ടുണരുക. പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും, മാധുര്യം വാക്കിലും ചേർക്കുക. അതാണ് സ്മൈൽ. ഓപ്പൺ ഹേർഡ്, ഹൃദയം തുറക്കുക. നിങ്ങളുടെ ഹൃദയം കുട്ടികളുടെ മുമ്പിൽ തുറന്നാൽ കുട്ടികളുടെ ഹൃദയം അവരും തുറക്കും. അപ്പം അവരെ ചങ്കിൽ നിങ്ങളും, നിങ്ങളുടെ ചങ്കിൽ അവരും കയറിയാൽ നിങ്ങൾ ചങ്കാവും. നിങ്ങൾ ചങ്കായില്ലെങ്കിൽ കുട്ടികൾ പുറത്തുള്ള ചങ്കിനെ നോക്കിപ്പോവും. മനസ്സിലായോ? പുറത്തുള്ള ചങ്കിനെ നോക്കിപ്പോവും. നിങ്ങൾ ചങ്കാവണവരുടെ. നിങ്ങളെപ്പോഴും ചീത്ത പറയല്ല, ശകാരിക്കാം. പക്ഷേ ശകാരിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിനെ നോവുന്ന വിധത്തിൽ ശകാരിക്കരുത്. എപ്പോഴും കുട്ടികളെ അപമാനിക്കരുത്. നാട്ടുകാരോ ബന്ധുക്കളോ വന്നിട്ട് മോനെങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പഠിപ്പ്, മൊബൈലും കൊണ്ടിരിക്കലല്ലേ എന്ന് പറഞ്ഞ് അപമാനിക്കാൻ നിങ്ങൾക്കെന്ത് അധികാരം? അവനുമില്ല അഭിമാനബോധം. എപ്പോഴും മൊബൈൽ കളിയാ, എപ്പോഴും ഗെയിം കളിയാന്ന് പറഞ്ഞ് കുറ്റം പറയണ്ട. അവൻ്റെ മുഖത്ത് നോക്കി വിമർശിച്ചോ. നാട്ടുകാരുടെ മുന്നിൽ കുട്ടികളെ അപമാനിച്ചിട്ട് ആനന്ദിക്കുന്ന വൃത്തികെട്ട സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് മാറ്റിക്കൊള്ളണം. മക്കളെ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കാൻ ഒരച്ഛനും അമ്മയ്ക്കും അധികാരമില്ല. മനസ്സിലായോ?
അവരെ ബഹുമാനിക്കുക. ഹൃദയം തുറന്ന് വർത്തമാനം പറ. ഓപ്പൺ ഹേഡ്, ഹൃദയം തുറക്കൂ. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. അഹന്ത വേണ്ട, മുന്നോട്ട് കുനിയൂ. നമ്മുടെ ശരീരത്തിൽ കാൽമുട്ട് മാത്രമേ പിറകോട്ട് മടക്കാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം മുന്നോട്ട് മടക്കാനാണ്. കാൽമുട്ട് പിറകോട്ട് മടക്കുന്നത് മുന്നോട്ട് നടക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കുട്ടികൾ ഒരു കുട്ടി എൻ്റെ വീട്ടിൽ വരിക. അപ്പം ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ, കുനിയൂല, വാ മോനെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടീനെ എടുക്കാൻ പറ്റുമോ? ഞാൻ കുട്ടിയിലേക്ക് താണാലല്ലേ കുട്ടി എന്നിലേക്ക് ഉയരൂ. അതുകൊണ്ട് മുന്നോട്ട് കുനിയൂ, അഹന്ത വേണ്ട. അടുത്തത് ടീ, ടച്ച്, തൊടണം. കുട്ടികളെയും വയോജനങ്ങളെയും തൊടണം. അവർക്ക് സ്പർശനമാണ്. വയോജനങ്ങൾക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല മരുന്നും നല്ല കിടക്കിയും കൊടുത്താൽ പോരാ. അവർക്ക് വേണ്ടത് അവരുടെ കണ്ണിനും മൂക്കിനും നാക്കിനും കാതിനുമുള്ള പഞ്ചേന്ദ്രിയങ്ങളിൽ 4 പരിഗണിച്ചാൽ പോരാ. പ്രധാനപ്പെട്ട ഇന്ദ്രിയം, മനസ്സിൻ്റെ മതിലായിരിക്കുന്നൊരു ഇന്ദ്രിയമുണ്ട്, ത്വക്ക്, സ്പർശിക്ക്. അവരുടെ ചുമലൊന്ന് കൈവെക്ക്, പുറത്ത് കൈയിട്ടിട്ടൊന്ന് മാന്തി കൊടുക്ക്. പ്രായമുള്ളവർക്കും കുട്ടികളെയും നിങ്ങളോട് അടുപ്പിക്കാൻ ഏറ്റവും നല്ല സൂത്രമാണ്, അതിൻ്റെ മർമ്മമാണ് പുറം കണ്ടുപിടിച്ച് തന്നെ മാന്താനാ. അറിയോ? കൈകൊണ്ട് കാലോണ്ടെല്ലാം നമുക്ക് എന്തെല്ലാം ഉപകാരമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്പേസ് പോകുന്ന ഈ പുറം കൊണ്ട് എന്ത് കാര്യമുള്ളു? അത് ചൊറിയാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അവിടെ ചൊറിഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. ഏത് കുരുത്തക്കെട്ട കുട്ടിയും പൂച്ചേനെ പോലെ നിന്ന് തരും നിങ്ങളുടെ മുമ്പിൽ. ചൊറിഞ്ഞു കൊടുക്ക്. ടച്ച് വേണം, തൊടണം. കാല് മടിയിൽ വെച്ചൊന്ന് ഒഴിഞ്ഞു കൊടുക്ക് പ്രായമായവർക്ക്. കുട്ടികളുടെ മുടിയിലൂടെ വെള്ളോടിക്ക്. രാവിലെ കുട്ടികളെ വിളിക്കുമ്പോൾ തൊട്ട് വിളിക്കണം, അടുത്തിരുന്നിട്ടേ വിളിക്കാവൂ. ഒരു കൈ മേലെ വെക്ക്. അല്ലാതെ ഭക്ഷണമൊന്നും ആയിട്ടുമില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി, പയ്യനാണെങ്കിൽ എഴുന്നേറ്റിട്ടുമില്ല, എന്താ? നിഷാദമാണ്. രാവിലെ തന്നെ കുട്ടികൾ കേൾക്കുന്ന എന്താ? നിഷാദം. എന്താ നിഷാദം? സപ്തസ്വരങ്ങളിൽ ഉച്ചസ്ഥായി ശബ്ദമാണ് നിഷാദം. നിഷാദം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദനാരാ? കാട്ടാളൻ. കാട്ടാളൻ്റെ ഒച്ചയാ നിഷാദം. നമ്മുടെ കുട്ടികൾക്ക് നിഷാദത്തിൽ വിളിച്ചാൽ അവൻ കാട്ടാള സ്വഭാവം കാണിക്കും. മോനെ ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാഗാനം, മോനെ എന്ന് വിളിക്കുക. മനസ്സിലായോ? തൊട്ട് വിളിക്കൂ. ടച്ച്. ഭാര്യയും ഭർത്താവും ടച്ച് ചെയ്യാറുണ്ടോ? ഇരുട്ടത്ത് ടച്ച് ചെയ്യാൻ പാടില്ല, പോരാ. വെളിച്ചത്തിൽ ടച്ച് ചെയ്യാൻ സ്വാതന്ത്ര്യം തന്നതല്ലേ താലി. മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും അടുത്തിരുന്ന് പരസ്പര ബഹുമാനത്തോടെ പ്രണയസല്ലാപത്തിൽ ഏർപ്പെടുന്ന വീട്ടിലെ കുട്ടികൾക്ക് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു നല്ല ബുദ്ധി ഉണ്ടാവുന്നു. അവർക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് നിങ്ങൾ അച്ഛനും അമ്മയും എപ്പോഴും ചണ്ട കൂടിയിട്ട് പൂച്ച, കണ്ടംപൂച്ചയും ചൊക്കിപ്പൂച്ചയും ആട്ടുന്നത് പോലെ ആട്ടുന്നത് കാണുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അച്ഛനും അമ്മയും ഒരിക്കലും ചണ്ട കൂടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കുട്ടികൾ സ്കൂളിൽ പോയാൽ നിങ്ങൾ ബഹളം വെച്ചോ, പക്ഷെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഡീസൻ്റ് ആവണം. മക്കളുടെ മുന്നിൽ പരസ്പര ബഹുമാനത്തോടെ സ്നേഹബന്ധത്തിൽ തൊട്ടുരുമ്മിയിരിക്കണം അച്ഛനും അമ്മയും. പ്രേമമെന്ന് പറയുന്നത് കല്യാണം വരെയുള്ള പരിപാടിയല്ല, മരണം വരെ പ്രേമിക്കണം. പ്രേമമെന്ന് പറയുന്നത് ഈ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ആണും പെണ്ണും തമ്മിൽ ശരീരങ്ങൾ തമ്മിലുള്ള ആകർഷിക്കുന്ന വൃത്തികെട്ട പരിപാടിയാ പ്രേമമെന്നാ അല്ല. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം, പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെപ്പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഉള്ളൂരിൻ്റെ വരികളാ. ആ പ്രേമം മരണം വരെയുണ്ട്. കല്യാണം കഴിയുന്നവരെ 100 പ്രാവശ്യം ദിവസം 3 നേരം ഐ ലവ് യു ഐ ലവ് യു അയക്കും, ഐ ലവ് യു എന്ന് പറയും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്നോ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താ കല്യാണം കഴിഞ്ഞാൽ പറയാൻ പാടില്ല ഇത്? അതെന്താ കല്യാണം കഴിഞ്ഞാൽ ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്ന് പറയാത്തത്? എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഒരു പരിപാടി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന്. അപ്പോൾ സദസ്സെന്ന് ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയാ, അതെന്താ പറയാത്തതെന്നറിയോ? എന്താ? എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന്. അപ്പം എലക്ഷന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പാ ഇത്. മരണം വരെ പ്രേമിക്കുക, ടച്ച്, തൊടണം. വാത്സല്യം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? കുട്ടികൾ ധരിച്ചത് വാത്സല്യം എന്ന് പറഞ്ഞാൽ കിൻഡർ ജോയി, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക്, അൽഫാമെല്ലാം കൊണ്ടു കൊടുക്കല വാത്സല്യം എന്നാ. അല്ല, വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചെന്നാ. ഗുരുവായൂർ അമ്പലത്തിലെ ഒരു
ടൂറിസ്റ്റ് ഹോമിൻ്റെ പേര് ശ്രീവത്സം എന്നാണ്. എന്താ അത്? മഹാവിഷ്ണുവിൻ്റെ നെഞ്ചത്തെ മറുക ശ്രീവത്സം. ശ്രീ ഐശ്വര്യം, വത്സം നെഞ്ച്, വത്സം നെഞ്ച്. വാത്സല്യമോ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. പിടികിട്ടിയോ? വാത്സല്യം എന്താന്ന്? കെട്ടിപ്പിടിക്കുക, അതാണ് വാത്സല്യം. അതുകൊണ്ട് കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിച്ചാലും അമ്മക്ക് കുട്ടികളെ കെട്ടിപ്പിടിക്കുക, എത്ര വലുതായാലും കെട്ടിപ്പിടിക്കുക. ഈ കുട്ടീനെ ഉറക്കാൻ പോകുന്ന അമ്മയുടെ ആ കാഴ്ചയുണ്ടല്ലോ, അല്ലേ? തൻ്റെ കുട്ടി ഉറങ്ങുമ്പോൾ ലോകം മൂന്നും ഉറങ്ങിത്തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അമ്മമാർ, അല്ലേ? ഒരു കണ്ണാൽ സൂര്യനുറങ്ങ്, മറു കണ്ണാൽ തിങ്കളുറങ്ങ്, തൃക്കൈയിൽ വെണ്ണയുറങ്ങ്, മാമൂണിന് ഭൂമിയൊരുങ്ങ്, തിരുമധുരം നാവിലുറങ്ങ്, തിരുനാമം മനസ്സിലുറങ്ങ്, എന്നുണ്ണി കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങ്, മൂലോകം മുഴുവനുറങ്ങ്. ഉണ്ണി വാവാവോ പാട്ട് കേട്ടിട്ടില്ലേ? ഉറങ്ങിക്കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോയിട്ട് അമ്മ കിടത്തുന്ന രംഗം കണ്ടിട്ടുണ്ടോ? ഉറങ്ങിക്കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോയിട്ട് അമ്മ കിടത്തുന്നത്, ഒരു കയ്യിൽ കുട്ടീനെ എടുത്ത് മുട്ടും കുത്തി അവിടെ ഇരുന്നിട്ട് ഒരു തുണിയെടുത്ത് അവിടെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കിടത്തിയിട്ട് ആ കുട്ടിയുടെ ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുന്ന കണ്ടിട്ടുണ്ടോ? പുലിമുരുകൻ സിനിമയിൽ ഉണ്ടാവില്ല ഇത്ര നല്ല സ്ലോ മോഷൻ. എന്നിട്ടൊരു തുണിയെടുത്ത് മേലെ ഇട്ട് തുടക്ക് രണ്ട് മുട്ടും കൂടി മുട്ടി വാവോ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എഴുന്നേറ്റ് മുടിയും കെട്ട് പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ എൻ്റെ കുഞ്ഞുമോൾ ഉറക്ക് തെളിയുന്നുണ്ടാവുമോ എന്നുള്ള ചിരിയും ചിരിച്ചിട്ടുണ്ട്, ഒരു തിരിഞ്ഞു നോട്ടം. അതിൻ്റെ സൗന്ദര്യം ഒരു ഐശ്വര്യ റോയിൻ്റെ ചിരിക്കും കാണില്ല. അത് കാണാൻ അറിയില്ല, പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കണ്ട. ആ കുട്ടീനെ ഉറക്കാൻ പോകുന്ന അമ്മയുടെ ആ മുഖ സൗന്ദര്യമില്ലേ, അതിനേക്കാൾ ഒരു സൗന്ദര്യം ലോകത്ത് മറ്റൊന്നിനുമില്ല. ആ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കുയിലേ, നിൻ്റെ പാട്ടിൻ്റെ വോളിയം കുറക്ക്, എൻ്റെ മോൻ ഉറങ്ങുകയാണെന്ന് കുയിലിനെ ശകാരിക്കുന്നവളമ്മ. നിലാവെളിച്ചം നമുക്കിഷ്ടമാണ്, എന്നാൽ നിലാവിൻ്റെ തണുത്ത രശ്മികൾ ജനലഴികൾക്കിടയിലൂടെ കടന്നു വന്നിട്ട് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകളിൽ സ്പർശിക്കുമ്പോൾ അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിൻ്റെ വോൾട്ടേജ് കുറക്കെന്ന് പറയുന്നവളാണമ്മ. കേട്ടിട്ടുണ്ടോ? ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടുന്നവളാണ് അമ്മ. ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് തൻ്റെ ഹൃദയമിടിപ്പ് കേട്ടിട്ട് ഉറക്ക് തെളിയുമെന്ന് ഭയന്നിട്ട് ഹൃദയത്തോട് ആജ്ഞാപിക്കുന്ന അമ്മ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഇതാണ് ആർദ്രത. ഇതില്ല പിന്നെ എന്തിനാ മനുഷ്യനായത്? കുറേ തിന്നുക, ബിരിയാണി തിന്നുക, കിടന്നുറങ്ങുക, ഇതാ മനുഷ്യനെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്. ഇത്രയും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുള്ള ഈ നാട്ടിലും നമ്മുടെ നാട്ടിലെ യുവാക്കൾ വൃത്തികെട്ട സ്വഭാവത്തിലേക്ക് പോകുന്നത്. ആർദ്രത കൊടുക്ക്, അവരെ ടച്ച് ചെയ്യൂ, ഹൃദയത്തിൽ തൊടൂ. അടുത്തത് ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കണം. കണ്ണാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. ആധാർ കാർഡിൽ കണ്ണിൻ്റെ ഫോട്ടോയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ഖത്തറിലേക്ക് പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് എൻ്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. അവിടെ ഖത്തറിൽ ഇറങ്ങുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ കണ്ണിൻ്റെ ഫോട്ടോ, ഇവിടുത്തെ കണ്ണിൻ്റെ ഫോട്ടോ. എന്തിന്? പാസ്പോർട്ടിനേക്കാൾ വില നമ്മുടെ വ്യക്തിത്വം കണ്ണാണ്. ആ കണ്ണിൻ്റെ സൗന്ദര്യം കൊണ്ട് പണ്ട് പേരിട്ടിരുന്നത് അക്ഷൻ എന്ന പേരുണ്ടായിരുന്നു, അറിയാവോ? അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, അക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണുള്ളവൻ. പങ്കജാക്ഷൻ പങ്കജാക്ഷി, അംബുജാക്ഷൻ അംബുജാക്ഷി, കമലാക്ഷൻ കമലാക്ഷി, അല്ലേ? മീനിനെ പോലെ പെട്ടക്കുന്ന കണ്ണുള്ളവൾ മീനാക്ഷി, ഇല്ലേ? വിശാലാക്ഷി, എൻ്റെ നാട്ടിൽ ഏറ്റവും ഫേമസ് ആയ പേര് വിശാലാക്ഷിയാ. വലിയ കണ്ണുള്ളവൾ, സുന്ദരിമാരുടെ കണ്ണ് വലുതായിരിക്കുന്ന, അതുകൊണ്ട് വിശാലാക്ഷി. പക്ഷെ പുരുഷന്മാരുടെ കണ്ണ് ചെറുതായിരിക്കുന്ന, അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണെന്ന് വിളിച്ചു. പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണൻ, അല്ലേ? ഈ കണ്ണിൻ്റെ വലിപ്പം വിഷയം ചെറുതല്ല. 6 മാസം മുമ്പ് കേരളത്തിലെ ചാനലുകളിലും ടി വികളിലും നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കണ്ണുമായി ബന്ധപ്പെട്ടതായിരുന്നു. അറിയോ നിങ്ങൾ? മഞ്ജു വാര്യരുടെ കണ്ണിന് വലിപ്പം കുറഞ്ഞുകൊണ്ടാണ് അതിലും വലിയ കണ്ണുള്ള കാവ്യ മാധവൻ്റെ അടുത്തേക്ക് ആ വിദ്വാൻ പോയത്. അതിൻ്റെ പേരിൽ, അല്ലേ? ആ കാര്യം
ആ കാര്യം ഭാവന എന്ന് പറഞ്ഞ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ് ഭാവനയെ ബുദ്ധിമുട്ടിച്ചത്. അതിൻ്റെ പേരിലാണ് ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയത്. ആ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ നടന്മാർ പലരുടെയും വൃത്തികേട് പുറത്തു വന്നതല്ലേ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായത് അല്ലേ? ഇത് മുഴുവൻ കണ്ണിൻ്റെ വലുപ്പാ. ആ കണ്ണിൽ നോക്കൂ. ഇനിയൊരു കാര്യം പറയട്ടെ, മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ഒരു മഹാദുരന്തമുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അറിയുമോ നിങ്ങൾ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം, 18 അക്ഷൗഹിണികൾ അണിനിരന്ന യുദ്ധം, മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണം മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാരില്ലാത്തതിൻ്റെ പേരില്ല. ധൃതരാഷ്ട്ര അന്ധനായിരുന്നു. വിവാഹം അന്വേഷിച്ചത് ഗാന്ധാരദേശത്തെ സുബലൻ്റെ മകൾ ഗാന്ധാരിയെ. പക്ഷേ ഗാന്ധാരിയോട് പറഞ്ഞില്ല അന്ധനാണെന്ന്. കാരണം വിവാഹം വേണ്ടെന്ന് ഗാന്ധാരി പറഞ്ഞാൽ ഈ ബന്ധം നഷ്ടപ്പെട്ടാൽ ഏറ്റവും വലിയ സൈന്യശക്തിയുടെ സഹായം സുബലിന് കിട്ടൂല. അതുകൊണ്ട് മറച്ചു വെച്ചു. കല്യാണ പന്തലിൽ കയറുമ്പോഴാണ് ഗാന്ധാരി അറിയുന്നത് തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ പറ്റിച്ചതിൽ ദേഷ്യം വന്നിട്ട് തൻ്റെ മന്ത്രകോടി എടുത്തിട്ട് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, തൻ്റെ ഭർത്താവിന് കാണാത്ത ലോകം ഇനി ഞാനും കാണുന്നില്ല. 100 ആൺമക്കളെ പെറ്റു അല്ലേ? ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. കണ്ടോ? 100ഉം പടഞ്ഞു മരിച്ചില്ലേ? ഇവർ മരിച്ചപ്പോൾ ഒരു ചിതയ്ക്ക് തീ കൊളുത്താൻ 1 ബാക്കിയായോ? 100 ആണുണ്ടായിട്ട്. എന്തേ? ഈ കുട്ടികൾ 100ഉം വഷളായി. അവർ വഷളന്മാരായിരുന്നോ? നല്ല കുട്ടികളായിരുന്നു. മൂത്തവൻ്റെ പേരെന്താ? കൗരവന്മാരിൽ മൂത്തവൻ്റെ പേരറിയാവോ? ദുര്യോധനെന്നല്ല, സുയോധനെന്നാ. സുയോധന എന്നാ വിളിച്ചവര്. പിന്നീട് ദുഷിച്ചിട്ടാണ് ദുര്യോധനായത്, ദുഷിച്ചിട്ടാണ് ദുശാസനായത്. സു എന്ന് പറഞ്ഞാൽ നല്ലത് എന്നല്ലേ അർത്ഥം. അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞതല്ല. സു നല്ലതാ. അവർ ദു ആയി. എന്തേ? അച്ഛനും കണ്ടില്ല, അമ്മയും കണ്ടില്ല. 100ഉം പടഞ്ഞു മരിച്ചിട്ട് അവസാനം പുത്രവിയോഗ ദുഃഖത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് കാട്ടുതീയിൽപ്പെട്ടിട്ട് പച്ചക്ക് വെന്ത് മരിച്ചു ഈ ധൃതരാഷ്ട്രൻ ഗാന്ധാരിയും. 100 മക്കളുണ്ടായിട്ട് എന്ത് കാര്യം? മക്കളുടെ കണ്ണിൽ നോക്കണം. ഭർത്താവിന് ജന്മനാ കണ്ണ് കാണൂല. എന്നാ ഭാര്യ കണ്ണാവണ്ടേ ഭർത്താവിൻ്റെ? ഒരു പഴയ സിനിമാ പാട്ട് ഓർമ്മയുണ്ടോ? കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടിയ യുഗ്മഗാനം. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പോൾ ഭാര്യ എന്താ പാടിയത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ എന്ന് പാടേണ്ടതിന് പകരം കണ്ണും കെട്ടി നടന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അപ്പൂപ്പന്മാരെ, അമ്മൂമ്മമാരെ, അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ട് മക്കളുടെ കണ്ണിൽ നോക്കുന്നുണ്ടോ? നോക്കണം. ഐ കോണ്ടാക്ട്. അവസാനത്തത് പരസ്പര ബഹുമാനം. ഗുരുദേവൻ പറഞ്ഞത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. അതിൻ്റെ ലക്ഷണമാണ് നോഡിങ്. എന്താണ് നോഡിങ്? അറിയാനും അറിയിക്കുവാനുള്ളതിൻ്റെ ലക്ഷണമാണ് നോഡിങ്. എന്താ നോഡിങ്? തലകുലുക്കുക. ജനാധിപത്യ ബോധമാണത് നോഡിങ്. തലകുലുക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുക. മനസ്സിലായോ? കുട്ടികൾ പറഞ്ഞാലും അത് ശരിയാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുക. വൃത്തികെട്ട ഈഗോ വേണ്ട. അത് ജനാധിപത്യ ബോധമാണ്. അപ്പോൾ പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലിക്കുക. സോഫ്റ്റ് ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ. അത്തരത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ആർദ്രമാക്കിയാൽ മനുഷ്യക്കുട്ടികളുണ്ടാകും. ആ മനുഷ്യക്കുട്ടികളിൽ സച്ചിദാനന്ദം, സത്ത് ചിത്തത്തിൽ ചേരുമ്പോൾ, ചിത്തം മനസ്സിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമുണ്ടാകും. ആ സച്ചിദാനന്ദത്തിലേക്ക് നയിക്കാൻ കഴിയുമ്പോഴാണ് ദർശനമുണ്ടാവുന്നത്. അതിനാ നിനക്ക് വിദ്യ നേടി പ്രബുദ്ധരാവുക. അതിനൊറ്റക്കൊറ്റക്കൊന്നും ഒരാൾക്കും ചെയ്യാനാവില്ല. ഒത്തുചേരുക. സഹ അവവതു, ഒരുമിച്ചിരുന്ന് പഠിക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. പഠിച്ചാൽ മാത്രം പോരാ, അത് ഭുജിക്കണം, ദഹിപ്പിക്കണം. പഠിച്ചത് ഇതിലെ കേട്ടിട്ട് ഇതിലെ വിട്ടാൽ പോരാ, അത് മനസ്സിൽ ഉറപ്പിക്കാൻ സഹനോ ഭുനക്തു. അത് പഠിച്ചിട്ട് അത് പ്രാവർത്തികമാക്കണം. സഹവീര്യം കരവാവഹൈ, അധ്വാനം ഉണ്ടാവണം. ആ 3 കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു പ്രകാശം ഉണ്ടാവും.
തേജസ്വിനാവധീതമസ്തു ആവും. നമ്മൾ തേജസ്സിൻ്റെ ഇരിപ്പിടമായിട്ട് നിങ്ങളുടെ ബുദ്ധി മാറും. അതായാ പിന്നെ മാ വിദ്യുഷാവഹി, ഒരാളോടും വിദ്വേഷമുണ്ടാവില്ല. മനുഷ്യൻ നന്നാവും. വിദ്വേഷമില്ലാത്ത ഒരു ലോകമുണ്ടാകും. അതിനെന്ത് വേണം? അറിയാനും അറിയിക്കാനും ഒത്തുചേരുക, വിദ്യ നേടുക, പ്രബുദ്ധരാവുക, സംഘടിക്കുക, ശക്തരാവുക, സത്യവും ജ്ഞാനവും ആനന്ദവും അനുഭവിക്കാൻ മുന്നോട്ട് പോവുക. അത്തരത്തിൽ ഈ ഭവാബ്ദിക്കൊരാവിവൻ തോണിയായിട്ട് നമ്മുടെ ജീവിതം, ഈ ജീവിതമാകുന്ന മഹാസാഗരത്തിൽ ഒരു ആവിക്കപ്പൽ, ആവിവൻ തോണി, ആവിക്കപ്പലായിട്ട് എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസമാകുന്ന ആവി പുറത്തേക്ക് വിട്ടുപോകുന്ന ഒരു കപ്പലാണ് എൻ്റെ ശരീരം. ഈ ആവിവൻ തോണിയായിട്ട് എൻ്റെ ജീവിതത്തെ ഭവസാഗരം നീന്തിക്കടന്നപ്പുറത്തേക്ക് പോകാൻ, കരുത്തുണ്ടാക്കിയെടുക്കാൻ ഈ ആധ്യാത്മിക ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് മലയാളികൾ എഴുന്നേറ്റത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാണിബോധിത, ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേടി മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഈ കേരളം വളർന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കേരളത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഗുരു ഇരുട്ടിനെ വെളിച്ചമാക്കി തന്നതാണ്. ആ ഗുരുവിനെ അനുസ്മരിക്കാൻ ഒത്തുചേരുമ്പോൾ കമിഴ്ത്തിവെച്ച പാത്രത്തിൽ ഒഴിച്ചതുപോലെ ദൈവദശതകവും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ഇതിലെ കേട്ടിട്ട് കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെ ഒഴുക്കിക്കളയാനുള്ളതല്ല, അത് മലർത്തി വെച്ച പാത്രത്തിൽ സ്വീകരിക്കാൻ ഉള്ളതാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് 148 നമ്പർ പുതുപ്പള്ളി ശാഖ ഇത്തരത്തിലുള്ള ഒരു ശ്രീനാരായണ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആ കൺവെൻഷനിൽ എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് മഴ കണ്ടിട്ടും അതൊന്നും പ്രശ്നമല്ലാതെ ബാഹ്യമായ ശരീരമല്ല, ആന്തരികമായ പ്രബുദ്ധതയാണ് പ്രധാനമെന്ന് ലക്ഷ്യം വെച്ച് ഇത്ര നേരം ഒരീച്ച പോലും അനങ്ങാതെ കഴിയുന്നത് വരെ ശ്രദ്ധയോടുകൂടിയിരുന്ന ഒരു സദസ്സിനെ ഞാൻ അപൂർവമായിട്ട് മാത്രമാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഈ സദസ്സിൻ്റെ മുന്നിൽ ഒരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഭാഷണം ചുരുക്കുന്നു.